ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു ആലു ഇമ്രാനിലെ 1 തുടങ്ങി 9 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായമാണിത്. സൂറത്തു ആലു ഇമ്രാൻ. ആല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബം. അപ്പം ഇമ്രാൻ കുടുംബം എന്നാണ് ഈ ഒരു അധ്യായത്തിൻ്റെ പേരിൻ്റെ അർത്ഥം. ആരാണ് ഇമ്രാൻ? മറിയം ബീവിയുടെ വാപ്പയാണ് ഇമ്രാൻ. അപ്പോൾ ഈ ഒരു സൂറത്തിൻ്റെ ഒരു ഭാഗത്ത് ഈ ഇമ്രാൻ കുടുംബത്തെ സംബന്ധിച്ച കുറച്ച് ആയത്തുകൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ഈ പേര് വരാൻ കാരണം. ഇപ്പോൾ നമുക്ക് സൂറത്തുൽ ബക്കറ പഠിച്ചപ്പോൾ മനസ്സിലായി, ബക്കറ എന്നുള്ള ഒരു വിഷയം, പശുവിനെ കുറിച്ചിട്ടുള്ള ഒരു വിഷയം ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത സൂറത്തായിരുന്നു സൂറത്തുൽ ബക്കറ. അതുപോലെ തന്നെയാണ് ഈ സൂറത്തും. ഇതിൽ വളരെ ചെറിയൊരു ഭാഗത്താണ് ഇമ്രാൻ കുടുംബത്തിനെ കുറിച്ചിട്ട് വിശദീകരിക്കുന്നത്. പിന്നെ ഈ അഹ്ല് എന്ന വാക്ക് കുടുംബം തന്നെയാണ് അർത്ഥം. ഇപ്പോൾ അഹ്ലു ബൈത്ത് എന്ന് വെച്ചാൽ എന്താണ്? അഹ്ലു ബൈത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനെ പറയണതാണ്. അതിനെ ഈ അഹ്ല് ലോപിച്ചിട്ടാണ് ആല് എന്ന് ആയി മാറിയിട്ടുള്ളത്. അഹ്ല് ഇമ്രാൻ എന്ന് പറഞ്ഞാലും ഇമ്രാൻ കുടുംബം, ആലു ഇമ്രാൻ എന്ന് വെച്ചാലും ഇമ്രാൻ കുടുംബം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ സൂറത്തിനെ മെയിനായിട്ട് 4 ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യത്തെ പോർഷൻ പറയണത്, ഇപ്പോൾ 1 തുടങ്ങി ഒരു 32 വരെയുള്ള ആയത്തുകൾ പറയണത് ബദർ യുദ്ധത്തിന് ശേഷം, ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ അവതരിച്ച ആയത്തുകളാണ്. ബദർ യുദ്ധം എപ്പോഴാണ് ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലോട്ട് ഹിജ്റ പോയി ആദ്യത്തെ വർഷത്തിലാണ് ഈ യുദ്ധം അനുവദിച്ചുകൊണ്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ള അനുമതി കിട്ടിയത്, അല്ലേ? ആയത്ത് നമ്മൾ സൂറത്തുൽ ബക്കറയിൽ പഠിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 2-ാം വർഷം, ഹിജ്റ വന്നതിന് ശേഷം 2-ാം വർഷം റമളാൻ 17-നാണ് ആദ്യത്തെ യുദ്ധം ബദറിൽ വെച്ച് നടക്കണേ. അപ്പോൾ ആ ബദർ യുദ്ധത്തിനു ശേഷം അവതരിച്ച കുറച്ച് ആയത്തുകളാണ് 1 തുടങ്ങി 32 വരെ ഉള്ള ആയത്തുകൾ. പിന്നെ അത് കഴിഞ്ഞ് 33 തുടങ്ങി 63 വരെയുള്ള ആയത്തുകൾ പറയണത് ഹിജ്റ 9-ാം വർഷം, ഹിജ്റ കുറേ വർഷങ്ങൾക്ക് ശേഷം, ഇപ്പോൾ 2-ാം വർഷം കഴിഞ്ഞ് അപ്പം തന്നെ അവതരിച്ചതാണ് ആദ്യത്തെ കുറച്ച് ആയത്തുകൾ. പിന്നെ പറയണത് ഹിജ്റ 9-ാം വർഷം നജ്റാനിലെ ക്രിസ്ത്യാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള വാദവും പ്രതിവാദവും ഒക്കെയാണ് 33 തുടങ്ങി 63 വരെയുള്ള ആയത്തുകളിൽ പറയണത്. പിന്നെ 64 തുടങ്ങി 120 വരെയുള്ള ആയത്തുകൾ ബദർ യുദ്ധത്തിന് ശേഷം, ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ അവതരിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് തന്നെ ബദർ യുദ്ധത്തിന് ശേഷം കുറച്ചും കൂടി കഴിഞ്ഞിട്ട്, അതായത് ബദർ യുദ്ധം കഴിഞ്ഞ് ഉഹദ് യുദ്ധത്തിന് മുൻപായിട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിജ്റ 2-ാം വർഷമാണ് ബദർ യുദ്ധം നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഹിജ്റ 3-ാം വർഷം ശവ്വാൽ 3-നാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. അപ്പോൾ 2 യുദ്ധം തമ്മിൽ ഏകദേശം 1 വർഷവും 1 മാസത്തെ ഗ്യാപ്പ്, 1 മാസമില്ല, അത്ര ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ആയത്തുകൾ പറഞ്ഞത് ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ അവതരിച്ചത്, 2-ാമത്തെ ഭാഗം പറയണത് ഹിജ്റ 9-ാം വർഷം അവതരിച്ചത്. പിന്നെ പറയണം 3-ാമത്തെ ഭാഗം ബദർ യുദ്ധത്തിന് ശേഷം ഉഹദ് യുദ്ധത്തിന് തൊട്ട് മുമ്പായി അവതരിച്ച ആയത്തുകൾ. അപ്പോൾ ഏകദേശം ഒരു വർഷത്തിൻ്റെ ഇടയിൽ അവതരിച്ച ആയത്തുകളാണ്. ഇനി 4-ാം ഭാഗം എന്ന് പറയുന്നത് ഉഹദ് യുദ്ധത്തിന് ശേഷം, ഉഹദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവതരിച്ച ആയത്തുകളാണ് 121 മുതൽ 200 വരെയുള്ള ആയത്തുകൾ. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ചില പണ്ഡിതന്മാർ ഇതിനെ വേറെ തരത്തിലും വിഭജിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഈ 4 എണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഉഹദ് യുദ്ധത്തിൽ എന്താണ്, സത്യവിശ്വാസികൾക്ക് ഒരു പരീക്ഷണം നേരിട്ട ഒരു യുദ്ധമാണല്ലേ. സത്യവിശ്വാസികളുടെ ഒരു പരീക്ഷണ കാലഘട്ടം കൂടിയാണിത്. ഈ യുദ്ധത്തിൽ നിന്നും അവർക്ക് കുറച്ച് പാഠങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. എന്താണ്? ബദർ യുദ്ധത്തിൽ ഇവർ ജയിച്ചു, അല്ലേ? സത്യവിശ്വാസികളാണ് ജയിച്ചത്. ഉഹദ് യുദ്ധത്തിൽ എങ്ങനെയായിരുന്നു? ഇവർ ആദ്യ ഭാഗത്തിൽ വിജയിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് ഇവർ എതിര് പ്രവർത്തിച്ചപ്പോൾ അങ്ങനെ ഇവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മർദ്ദനമേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പോയി. പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. 70 ഷഹീദുകളാണ് ഈ യുദ്ധത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കി വെക്കാം. ബാക്കി നമുക്ക് ആയത്തുകളിലേക്ക് പോവാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം
അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. സൂറത്തുൽ ബഖറ തുടങ്ങിയതുപോലെ തന്നെ അലിഫ് ലാം മീം എന്ന് പറഞ്ഞിട്ടാണ് ഈ സൂറത്തും തുടങ്ങുന്നത്. ഈ ആയത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഹുറൂഫുൽ മുഖത്ത എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഖത്ത എന്ന് വെച്ചാൽ മുറിച്ചു എന്നാണ് അർത്ഥം. അപ്പം മുറിക്കപ്പെട്ട അക്ഷരങ്ങൾ അലിഫ് ലാമ് മീം അങ്ങനെ 3 അക്ഷരങ്ങളാണിത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് വ്യക്തമല്ല. എന്നാൽ മുമ്പുള്ള സ്വഹാബികൾക്ക് ഇത് പരിചയമുള്ള ശൈലിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അനിവാര്യത ഇതിനുണ്ടാവില്ല. ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് തന്നാണ്. അപ്പോൾ അത്രയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. അടുത്ത ആയത്തിൽ പറഞ്ഞാൽ അല്ലാഹു അല്ലാഹു ലാ ഇലാഹ ആരാധ്യനില്ല ഇല്ലാഹു അവനല്ലാതെ അൽ ഹയ്യ് അൽ ഖയ്യൂം 2 അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ നിന്നുള്ള 2 നാമങ്ങൾ മഹത്തായ നാമങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അൽ ഹയ്യ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അതായത് അള്ളാഹു ഒരു സെക്കൻഡ് പോലും അല്ലെങ്കിൽ ഒരു സെക്കൻഡിൻ്റെ ഫ്രാക്ഷൻ പോലും അള്ളാഹു ഇല്ലാത്ത ഒരവസ്ഥ ഇല്ല. അൽ ഖയ്യൂം എന്ന് വെച്ചാൽ സർവ്വനിയന്താവ്. അതായത് എല്ലാ കാര്യങ്ങളും ആകാശങ്ങളിലും ഭൂമിയിലും അവയ്ക്കിടയിലുള്ളതും അങ്ങനെ നമുക്കറിയണതും അറിയാത്തതുമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് പരിപാലിക്കുന്നവനാണ് അള്ളാഹു. അതാണ് ആദ്യത്തെ ആയത്തിൽ പറയണത്. അപ്പോൾ ഈ അലിഫ് ലാം മീം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹുറൂഫുൽ മുഖത്ത കഴിഞ്ഞിട്ട് സാധാരണ മിക്കവാറും സൂറത്തുകളിൽ ഈ വേദഗ്രന്ഥത്തിനെക്കുറിച്ച് ഈ ഖുർആനിനെ കുറിച്ചിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെയും അത് കഴിഞ്ഞിട്ട് ഈ ഒരു ആയത്ത് കഴിഞ്ഞിട്ട് പറയണത് ഖുർആനെ കുറിച്ചിട്ട് തന്നെയാണ്. നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്. നസ്സല എന്ന് വെച്ചാൽ എന്താണ്? അവൻ അവതരിപ്പിച്ചു. ഇപ്പം നസ്സലയും അൻസലയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അൻസല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവതരിച്ചു എന്നർത്ഥം. നസ്സല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻസല ഒറ്റയടിക്ക് അവതരിച്ചതും നസ്സല കുറേശ്ശെയായിട്ട് അവതരിച്ച കാര്യങ്ങളാണ് നസ്സല എന്ന് പറയാം. ഇപ്പം നമ്മൾ അല്ലമ എന്ന് പറയുന്നത് എന്താ? പഠിപ്പിക്കലാണ്. അപ്പം അലിമ എന്ന് വെച്ചാൽ എന്താണ്? അറിഞ്ഞു എന്നുള്ള അർത്ഥമാണ്. അപ്പം അല്ലമ സമയം എടുത്ത് പഠിപ്പിക്കണേനാണ് പറയാം. അപ്പം അത് തന്നെയാണ് ഇവിടെ നസ്സല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ടൈം എടുത്തിട്ടാണ് അല്ലേ ഖുർആൻ അവതരിച്ചത്. ഇപ്പോൾ ബാക്കി വേദഗ്രന്ഥങ്ങളൊക്കെ എങ്ങനെയാണ്? അള്ളാഹു ഒരുമിച്ച് അവതരിപ്പിക്കുക ചെയ്തത്. ഖുർആൻ അങ്ങനെയല്ല, പല കാലഘട്ടങ്ങളിലായി അങ്ങനെ 23 വർഷം കൊണ്ടാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ നസ്സല ഉപയോഗിക്കാൻ കാരണം. നസ്സല അലൈക നിൻ്റെ മേൽ അവതരിപ്പിച്ചു അൽ കിതാബ് ഈ വേദഗ്രന്ഥമായ ഖുർആൻ ബിൽ ഹഖ് അതെങ്ങനെയാണ് അവതരിപ്പിച്ചത്? അല്ലാഹു യഥാർത്ഥ പ്രകാരത്തിലാണ് അവതരിപ്പിച്ചത്. മുസദ്ദിഖൻ എന്ന് വെച്ചാൽ എന്താണ്? സത്യമാക്കിക്കൊണ്ട്. എന്തിനൊക്കെയാണ് സത്യമാക്കിയെന്നാണ് പറയണത്? ലിമാ ബൈനയദൈഹി ഈ ഖുർആനിന് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ. ബൈനയദൈഹി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറബി ഭാഷയിലൊരു പ്രയോഗമാണ് മുമ്പിലുള്ളത് എന്നാണ് അർത്ഥം. ഇപ്പം നമ്മൾ യദുന്ന് വെച്ചാൽ കൈയാണല്ലേ, ബൈന എന്ന് വെച്ചാൽ ഇടയിൽ. 2 കൈയിൻ്റെയും ഇടയിൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ മുന്നിലുള്ള ഭാഗമല്ലേ, അതാണ് പറയുന്നത്. അപ്പം മുന്നിൽ എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് ബൈനയദൈഹി. അപ്പോൾ ഖുർആൻ അവതരിപ്പിച്ചത് എങ്ങനെയാണ്? ഇതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ സത്യമാക്കിക്കൊണ്ട് യഥാർത്ഥ പ്രകാരമാണ് ഈ ഖുർആന് അള്ളാഹു പല പ്രാവശ്യമായി കുറേശ്ശെയായിട്ട് അവതരിപ്പിച്ചത് എന്നാണ് പറയണത്. വ അൻസല തൗറാത്ത വൽ ഇഞ്ചീൽ. കണ്ട, ഇവിടെ അൻസലയാണ് അള്ളാഹു ഉപയോഗിച്ചത്. നേരത്തെ നസ്സല ഖുർആൻ അവതരിപ്പിച്ചെടുത്ത് പറഞ്ഞത് നസ്സല കുറേശ്ശെയായിട്ട് അവതരിപ്പിച്ചു. വ അൻസല എന്ന് വെച്ചാൽ ഇറക്കുകയും ചെയ്തു, ഒരുമിച്ച് ഇറക്കി തരികയാണ് ചെയ്തത്. ഏതൊക്കെയാണ്? തൗറാത്തും വൽ ഇഞ്ചീൽ. തൗറാത്തും ഇഞ്ചീലുമായ നമ്മുടെ മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, ഈ വേദഗ്രന്ഥം ഞാൻ യഥാർത്ഥ പ്രകാരം മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് നിനക്ക് കുറേശ്ശെയായി അവതരിപ്പിച്ചു തന്നത് എന്നാണ് ഈ ആയത്തിൽ പറയണത്. മിൻ ഖബലു ഹുദൻ ലിന്നാസ്. അപ്പോൾ ഈ വേദഗ്രന്ഥങ്ങൾ എന്തിനാണ് മുമ്പ് അവതരിപ്പിച്ചെന്നത്? ഹുദൻ ലിന്നാസ് മനുഷ്യർക്ക് മാർഗദർശനമായിട്ടാണ്. മിൻ ഖബൽ എന്ന് വെച്ചാൽ ഖബൽ മുൻപ്. അപ്പോൾ ഈ 2 വേദഗ്രന്ഥങ്ങളും അവതരിപ്പിച്ചത് മനുഷ്യർക്ക് മാർഗദർശനമായിട്ടാണ്. വ അൻസലൽ ഫുർഖാൻ. ഫുർഖാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേദഗ്രന്ഥത്തിൻ്റെ സവിശേഷതയാണ് പറയണത്. ഖുർആനിനെയും ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെയും ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ തൗറാത്തും ഇഞ്ചീലും അവതരിപ്പിച്ചു തന്നത് എന്താണ്? മനുഷ്യർക്ക് മാർഗദർശനമായിട്ടും സത്യവും അസത്യവും വേർതിരിച്ചറിയാനായിട്ടും വേണ്ടിയിട്ടാണെന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇവർ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഈ തൗറാത്തിലും ഇഞ്ചീലിലും ഉള്ള നിയമങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇനി അടുത്ത ഭാഗം പറയുന്നത് അള്ളാഹുവിൻ്റെ ഈ ആയത്തുകളെ
അവിശ്വസിച്ചവരെ കുറിച്ചിട്ടാണ്. അങ്ങനെ അവിശ്വസിച്ചവർക്ക് കഠിനമായ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്നല്ലദീന കഫറൂ ബി ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളെ അവിശ്വസിച്ചവർക്ക് ലഹും അവർക്കുണ്ട് അദാബുൻ ഷദീദ്. അദാബ് എന്ന് വെച്ചാൽ ശിക്ഷ, ഷദീദ് എന്ന് വെച്ചാൽ കഠിനമായ. ഷദീദിന് നമ്മൾ ശ്രദ്ധ പറയില്ലേ, ഉറപ്പിച്ച് പറയുന്ന അക്ഷരങ്ങൾക്ക് പറയില്ലേ ഷദ് എന്ന് പറയില്ലേ, ആ ഉറപ്പിക്കുക, കഠിനമായ ശിക്ഷ അവർക്കുണ്ട്. അല്ലാഹു അസീസുൻ ദുൻതിഖാം, അള്ളാഹു പ്രതാപശാലിയാണ്. ദുൻതിഖാം എന്ന് വെച്ചാൽ ശിക്ഷാ നടപടി എടുക്കുന്നവനാണ്. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. അള്ളാഹു ഏറെ കാരുണ്യവാനും കരുണാനിധിയുമാണ്, അതുപോലെ തന്നെ കഠിനമായി ശിക്ഷാ നടപടി എടുക്കുന്നവനുമാണ്. അടുത്ത ആയത്തിൽ പറയുന്നത് അള്ളാഹുവിന് ഈ ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരു വസ്തുവും അള്ളാഹ്ക്ക് അവ്യക്തമായിട്ടില്ല, അള്ളാഹ്ക്ക് എല്ലാം വളരെ കൃത്യമായിട്ട് അറിയാമെന്നാണ് പറഞ്ഞത്. ഇനി ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അറിയാതെ ഒരു ഇല പോലും വീഴുകയില്ല എന്ന്. ലാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ എന്നാണ് പറഞ്ഞേക്കണേ. നമ്മളൊന്ന് ആലോചിക്കല്ലേ, ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല കൊഴിയുന്നത് പോലും അള്ളാഹു അറിയാതെ ഇല്ല. അതെന്നല്ല, ഏതൊരു കാര്യം അള്ളാഹ്ക്ക് അവ്യക്തമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു ലാ യഖ്ഫ, ഖഫിയ എന്ന് വെച്ചാൽ മറച്ചു വെച്ചു എന്നൊക്കെയാണ്, അല്ലെങ്കിൽ വ്യക്തമല്ലാണ്ടിരിക്കുക. യഖ്ഫ അവ്യക്തമാവുകയില്ല, അലൈഹി അള്ളാഹുവിൻ്റെ മേൽ, അവൻ്റെ മേൽ, ഷെയ്ഉൻ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തു, ഫിൽ അർളി വലാ ഫിസ്സമാ ഭൂമിയിലും ആകാശത്തിലുമുള്ള ഒരു വസ്തു അള്ളാഹുവിന് അവ്യക്തമായിട്ടില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. ഇനി അള്ളാഹുവിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് അടുത്തത് പറയണത്. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി, ഗർഭാശയങ്ങളിൽ അവൻ അത്രേ നിങ്ങളെ രൂപപ്പെടുത്തുന്നവൻ. കൈഫയശ, അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ. ലാ ഇലാഹ ഇല്ലാഹുവൽ അസീസുൽ ഹക്കീം, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല, അവൻ ഏറെ പ്രതാപശാലി. അസീസ് എന്ന് വെച്ചാൽ പ്രതാപശാലിയാണ്. അൽ ഹക്കീം അഗാധ ജ്ഞാനമുള്ളവനാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകളെ അവിശ്വസിച്ചവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ക്വാളിറ്റീസാണ് നമുക്ക് പറഞ്ഞു തന്നെ അല്ലേ. അള്ളാഹുവിന് ഈ ഭൂമിയിലും ആകാശത്തിലുള്ള ഒരു കാര്യവും അള്ളാഹ്ക്ക് അവ്യക്തമല്ല, അള്ളാഹ്ക്ക് എല്ലാം കൃത്യമായിട്ട് അറിയാം. ഗർഭാശയങ്ങളിലുള്ളതിനെക്കുറിച്ചും അതിനെ എങ്ങനെയാണ് നിങ്ങളെ രൂപപ്പെടുത്തുന്നതും അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളെ രൂപപ്പെടുത്തുന്നതും അള്ളാഹു ആണ്. അപ്പം അള്ളാഹു അല്ലാണ്ട്, അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ഇലാഹുമില്ല, അവനേറെ പ്രതാപശാലിയും അഗാധജ്ഞനുമാണ് എന്ന് നമുക്ക് പറഞ്ഞു തരാണ്. അടുത്ത ഭാഗം പറയണത് ഖുർആനിൽ 2 ടൈപ്പ് ആയത്തുകളാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് പറയാണ്. ഒന്നെന്ന് പറയുന്നത് മുഹ്കമാത്തായ ആയത്തുകൾ. മുഹ്കമാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായതും ദൃഢമായതും നമുക്ക് ആശയം പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിലുള്ള ആയത്തുകളുണ്ട്. പിന്നെ പറയുന്നത് മുത്തശാബിഹാത്തായ ആയത്തുകളുണ്ട്. മുത്തശാബിഹാത്ത് എന്നുള്ള വാക്ക് നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഭക്ഷിക്കാൻ തരുമ്പോൾ, ഫ്രൂട്ട്സൊക്കെ തരുമ്പോൾ നമ്മൾ പറയും ഇത് ഞങ്ങൾക്ക് ഭൂമിയിൽ നമ്മൾ കഴിച്ചത് തന്നെയാണല്ലോ എന്ന് പറയുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു അത് നിങ്ങൾക്ക് പരസ്പര സാദൃശ്യമുള്ളതാക്കി തന്നിരിക്കുകയാണെന്ന്. അപ്പം മുത്തശാബിഹാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പര സാദൃശ്യമുള്ളത് അല്ലെങ്കിൽ അവ്യക്തമായത് എന്നൊക്കെയാണ് അർത്ഥം. അതായത് നമുക്ക് ആശയം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത ആയത്തുകളും ഈ ഖുർആനിലുണ്ട്. അപ്പോൾ അതിന് ഒരു ഏറ്റവും എളുപ്പമുള്ള എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 1-ാമത്തെ ആയത്തല്ലേ, അലിഫ് ലാം മീം. അതിൻ്റെ അർത്ഥം നമുക്ക് വ്യക്തമല്ല. പക്ഷേ വ്യക്തമല്ലാത്ത ആയത്തുകളുണ്ട്, വളരെ ദൃഢപ്രധാനമായ ഏറ്റവും സിമ്പിളായിട്ട് ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാകുന്ന ആയത്തുകളും ഈ ഖുർആനിലുണ്ട് എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹുവല്ലദീ, അവനത്രേ യാതൊരുവൻ, അൻസല അലൈക്കൽ കിതാബ്, വേദഗ്രന്ഥം താങ്കളുടെ മേൽ അല്ലെങ്കിൽ നിൻ്റെ മേൽ അവതരിപ്പിച്ചു വന്നു. മിൻഹു, അതിലുണ്ട്, ഈ വേദഗ്രന്ഥത്തിലുണ്ട് എന്ത്, ആയാത്തുൻ, ചില ആയത്തുകളുണ്ട്, മുഹ്കമാത്തുൻ, ദൃഢപ്രധാനമായ അല്ലെങ്കിൽ വ്യക്തമായ കൃത്യമായ ആയത്തുകൾ ഇതിലുണ്ട്. ഈ ആയത്തുകൾ എന്താണ്, ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് വേദഗ്രന്ഥത്തിൻ്റെ ഉമ്മെന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം നമ്മൾ ഉമ്മുൽ ഖുർആൻ, ഫാത്തിഹയുടെ പേര് പറഞ്ഞു അല്ലേ, ഏറ്റവും പ്രധാനമായ ആയത്തുകളാണത്. ഉഖറു, വേറെ ചില ആയത്തുകളുണ്ട്, മുത്തശാബിഹാത്ത്, പരസ്പര സാദൃശ്യമുള്ളത്, അല്ലെങ്കിൽ പരസ്പര സാദൃശ്യമുള്ളത് എന്നല്ലെങ്കിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാധാരണ ആൾക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത ആയത്തുകൾ, അതിൻ്റെ പൂർണ്ണമായ അർത്ഥം അള്ളാഹ്ക്ക് മാത്രം വ്യക്തമായ ആയത്തുകളും ഈ ഖുർആനിലുണ്ട്. നമ്മൾ എത്ര ചിന്തിച്ചാലും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ സ്വർഗം നരകം എന്നൊക്കെ അള്ളാഹു വിശദീകരിച്ച് തരുന്നുണ്ടല്ലേ. നമ്മളിപ്പോൾ എത്രയൊക്കെ ചിന്തിച്ചാലും നമുക്ക് ഈ ഭൂമിയിൽ കണ്ടത് വെച്ചിട്ടൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കൃത്യമായ ഒരു രൂപം നമുക്ക് കിട്ടൂല. അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്താ സ്വർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരു കൽബും ചിന്തിക്കാത്തതുമാണ് സ്വർഗം.
അല്ലേ. അപ്പം അങ്ങനത്തെ ഒരുപാട് ആയത്തുകളും ഈ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞുതരാണ്. ഇപ്പോൾ മറിയം അലൈഹി ഇസ്ലാമിലേക്ക് അള്ളാഹു ഇട്ടൊരു വാക്കാണ് ഈസാ നബി അലൈഹി ഇസ്ലാം എന്ന് ഖുർആനിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. കലിമത്ത് എന്നാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ ആ ആയത്ത് നമുക്ക് അത്ര ക്ലിയർ അല്ല അല്ലേ. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പലതരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്താ വളരെ വ്യക്തമായി അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ഈസാ നബിയുടെ ജനനം എന്താ അള്ളാഹുവിൻ്റെ റസൂലാണ്, തൊട്ടിയിൽ വെച്ച് സംസാരിച്ചു, പ്രവാചകനാക്കി, വേദഗ്രന്ഥം നൽകി, അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അത്ര വ്യക്തമല്ലാത്ത ആയത്തുകൾ പലരും പലതരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൃത്യമായ വിവരണം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ മനസ്സിൽ കുഴപ്പമുള്ളവർ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ മുത്തശാബിഹായ ആയത്തുകളൊക്കെ എടുത്തിട്ട് എന്താണ് അവരുടെ ഇഷ്ടത്തിന് വിശദീകരിച്ചു. അതെന്തിനു വേണ്ടിയിട്ടാണ് അവർ വിശദീകരിക്കുന്നത്? കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വിശദീകരിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നമ്മൾ സൂറത്തു കഹഫിൽ അല്ലേ, അസ്ഹാബുൽ കഹഫിൻ്റെ കഥ പറയുന്നുണ്ട്. അവർ ഗുഹയിൽ 300 കൊല്ലവും പിന്നെ ഒരു 9 കൊല്ലം കൂടി കൂടുതൽ, അത് 309 വർഷം കിടന്നുറങ്ങി എന്ന് പറയുന്നുണ്ട്. അത് ഈ ചന്ദ്രമാസം വെച്ചിട്ടും അല്ലെങ്കിൽ സൂര്യ കലണ്ടറും വെച്ചിട്ടാണ് ഈ 300ഉം 9ഉം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 കലണ്ടർ വെച്ച് നോക്കുമ്പോഴും ഉള്ളതാണ് പറഞ്ഞത്. ഒന്നിൽ 300ഉം ഒന്ന് 309ഉം. അപ്പോൾ അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമോ? ഒരാൾ ഇത്ര വർഷം കിടന്നുറങ്ങി പിന്നെ എണീക്കണു. പിന്നെ നമ്മൾ സൂറത്തുൽ ബക്കറയിൽ പഠിച്ചില്ലേ, ഒരു ആൾ 100 വർഷം ഉറങ്ങിയിട്ട് എണീറ്റു. അപ്പോൾ അയാളുടെ കഴുത ചത്ത് എല്ലായി കിടക്കുന്നുണ്ട്, ഭക്ഷണ സാധനത്തിന് കേടൊന്നും വന്നിട്ടില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതൊന്നും നമുക്ക് ചിന്തിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റൂല. അതിൻ്റെ പൊരുൾ എന്താണെന്ന് കൃത്യമായി അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അപ്പം അങ്ങനത്തെ ആയത്തുകൾ ഉണ്ട് എന്നാണ് അടുത്ത ആയത്തിൽ പറഞ്ഞു തന്നെ. നമുക്ക് ആയത്ത് നോക്കാം. ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ, അവൻ നിന്റെ മേൽ വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നവനാണ്. മിൻഹു, അതിലുണ്ട് ആയാത്തും മുഹ്കമാത്തുൻ, വളരെ പ്രധാനമായ ദൃഢപ്രധാനമായ അല്ലെങ്കിൽ വ്യക്തമായ ചില ആയത്തുകൾ അതിലുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, അത് വേദഗ്രന്ഥത്തിൻ്റെ മൂലമാകുന്നു അല്ലെങ്കിൽ പ്രധാനമാകുന്നു. അപ്പോൾ ഉഖറു മുത്തശാബിഹാത്ത്, വേറെയുണ്ട് പരസ്പര സാദൃശ്യമുള്ള ആയത്തുകളും ഇതിലുണ്ട്. പിന്നെ പറയണത് ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഉൻ, ഹൃദയത്തിൽ വക്രതയുള്ള യാതൊരു കൂട്ടർ അവരെന്താ ചെയ്യണത്? ഫയത്തബിഉന, ഇത്തബാന്ന് വെച്ചാൽ പിൻപറ്റും. അപ്പോൾ അവർ പിൻപറ്റുന്നു മാ തശാബഹ മിൻഹു, അതിൽ ആ പരസ്പര സാദൃശ്യമുള്ള ആയത്തുകൾ അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത ആയത്തുകളെ അവർ പിൻപറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇബ്തിഗ, ആഗ്രഹിച്ചുകൊണ്ട്, അൽ ഫിത്ന, കുഴപ്പം ആഗ്രഹിച്ചുകൊണ്ട് ആ ആയത്തുകളെ മാത്രം എടുത്ത് വിശദീകരിക്കുകയും വബ്തിഗ തഅ്വീലി, അതിൻ്റെ വ്യാഖ്യാനത്തെ ആഗ്രഹിച്ചുകൊണ്ടും. എന്തിനു വേണ്ടിയിട്ടാണ് അവർ പലതരത്തിൽ വ്യാഖ്യാനങ്ങൾ നൽകണത്? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ. അവരപ്പോൾ വളരെ ക്ലിയറായിട്ട് അള്ളാഹു പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷേ ചില ആയത്തുകൾ നമുക്കത്ര ക്ലിയർ അല്ലാത്തതും ഉണ്ടാവാം, അല്ലെങ്കിൽ പരസ്പര സാദൃശ്യം തോന്നും. മറ്റേ ആയത്ത് പോലെ തന്നെയാണോ ഇത് എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനത്തെ ആയത്തുകൾ ഉണ്ടാവും. പക്ഷേ ഈ മനസ്സിൽ വക്രതയുള്ള ആളുകൾ ഈ ആയത്തുകളെ മാത്രം എടുത്തിട്ട് അവരതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനായിട്ട് ശ്രമിക്കും. വമായ അലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, അപ്പം അള്ളാഹു പറയാണ് അതിൻ്റെ കൃത്യമായ വ്യാഖ്യാനം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല എന്നാണ് പറയണത്. വറാസിഖൂന എന്ന് വെച്ചാൽ അടിയുറച്ചവർ, ഫിൽ ഇൽമി, അറിവിൽ, അതായത് കൂടുതൽ അറിവുള്ള പണ്ഡിതന്മാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. യഖൂലൂന, അവർ പറയും, ആമന്നാ ബിഹി, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു, കുല്ലും മിൻ ഇൻദി റബ്ബിന, എല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാകുന്നു. അപ്പോൾ അറിവുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവരെന്താ പറയുക? ഞങ്ങളെല്ലാത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് പറയുക. ഇതെല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാകുന്നു എന്ന് പറയും. വമായദ്ദക്കറു ഇല്ല ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരല്ലാതെ ഉറ്റാലോചിക്കുകയില്ല അല്ലേ. ഇതിനെപ്പറ്റി കൂടുതൽ അറിവുള്ളവർ അല്ലെങ്കിൽ കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കണവർ, ബുദ്ധിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഇത് അള്ളാഹുവിൽ നിന്നാണ്, ഇതെല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന് അവർ പറയും. അവരെ അല്ലാണ്ട് ഉറ്റാലോചിക്കുകയില്ല. ചിലവരെന്താണ് ഇങ്ങനത്തെ ആയത്തുകൾ വരുമ്പോൾ അവിടെ സ്റ്റക്കാവും, അതിൻ്റെ വിശദീകരണം തേടിപ്പോയി കുഴപ്പത്തിലാവുകയും ചെയ്യും. അടുത്ത 2 ആയത്തുകൾ പ്രാർത്ഥനകളാണ്, നമുക്കറിയാവുന്ന 2 പ്രാർത്ഥനകളാണ്. എന്താണ്? റബ്ബന ലാ തുസി ഖുലൂബന, അള്ളാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ നീ ഞങ്ങളെ തെറ്റിക്കരുതേ. എങ്ങനെ? ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയരുതേ. ബഅദ ഇദ് ഹദൈതന, ഞങ്ങൾ സന്മാർഗത്തിലാക്കിയ ശേഷം. വഹബ്ലന മില്ലദുൻക റഹ്മ, ഹബൽ എന്ന് വെച്ചാൽ എന്താണ്? ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. മില്ലദുൻക റഹ്മ, നിൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ പ്രദാനം ചെയ്യണമേ. ഇന്നക അൻതൽ വഹാബ്, നിശ്ചയമായും നീ തന്നെയാണ് വളരെ പ്രദാനം ചെയ്യുന്നവൻ. അള്ളാഹുവിനോട് നമ്മൾ എന്താ പറയണത്? ഞങ്ങളെ നേർമാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ച് കളയരുതേ. കാരണം അപ്പോൾ ഈ ഒരു പ്രാർത്ഥന പഠിപ്പിക്കണം എന്താണ്? എപ്പോൾ വേണമെങ്കിലും ആർക്കും വിശ്വാസം
കൈവിട്ട് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന പതിവായി നിർവഹിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. റബ്ബന ലാ തുസിഗ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബന ഞങ്ങളുടെ റബ്ബേ, ഇന്നക ജാമിഉൻ നാസി നിശ്ചയമായും നീയാണ് മനുഷ്യരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നവനാകുന്നു നീ. ലിയൗമിൻ ലാ റൈബ ഫീഹി എന്നാണ് ഒരു ദിവസത്തിലേക്ക്, അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരുമിച്ച് കൂട്ടണ ഒരു ദിവസമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ് നിശ്ചയമായും ഇന്നല്ലാഹ അല്ലാഹു ലാ യുഖ്ലിഫു അവൻ ലംഘിക്കുകയില്ല അൽ മീആദ് വാഗ്ദത്തം. അള്ളാഹു വാഗ്ദാനം ചെയ്തതാണല്ലേ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടെന്ന്. ആ ഒരു ദിവസത്തിനെ അല്ലെങ്കിൽ അള്ളാഹു ചെയ്ത യാതൊരു തരത്തിലുള്ള വാഗ്ദാനങ്ങളെയും ലംഘിക്കുന്നവനല്ല അള്ളാഹു എന്നാണ് ഈ ഒരു ആയത്തിൽ പറഞ്ഞു തരണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ആദ്യം പറഞ്ഞു എന്താണ്, അള്ളാഹു അല്ലാണ്ട് ഒരു ഇലാഹില്ല, അള്ളാഹു എന്നെന്നും ജീവിക്കുന്നവനും ജീവിച്ചിരിക്കുന്നവനും സർവ്വനിയന്താവുമാകുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഈ വേദഗ്രന്ഥം അതായത് ഖുർആൻ അള്ളാഹു പല ഘട്ടങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്തതാണ്. അതെങ്ങനെയാണ്? മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ, തൗറാത്തും ഇഞ്ചീലുമാകുന്ന മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നിലവിലുള്ള ബൈബിളിനെ അല്ല ഉദ്ദേശിക്കുന്നത്, അള്ളാഹു അവതരിപ്പിച്ച യാതൊരു മാറ്റത്തിരുത്തലും ഇല്ലാത്ത ഇഞ്ചീലും തൗറാത്തിനെയും സത്യപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു പറയണത്. അപ്പോൾ ഈ ഒരു ആയത്തെടുത്ത് പലരും ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. കണ്ട, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് തോറയും ബൈബിളും ഒക്കെ സത്യം തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു അവതരിച്ച പ്രകാരത്തിലുള്ള ഇഞ്ചീലും തൗറാത്തും അള്ളാഹു യഥാർത്ഥ പ്രകാരമാണ് അവതരിപ്പിച്ചത്. അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ പ്രകാരം തന്നെയാണ് ഈ ഖുർആനും അവതരിപ്പിച്ച് തന്നതെന്നാണ് പറഞ്ഞത്. ഈ വേദഗ്രന്ഥങ്ങളെല്ലാം അള്ളാഹു മുമ്പ് അവതരിപ്പിച്ച എന്തിനാണ്? മനുഷ്യർക്ക് മാർഗദർശനമായിട്ടും സത്യവും അസത്യവും വേർതിരിച്ചറിയാനും വേണ്ടിയിട്ടാണ് ഈ ഖുർആനും അല്ലെങ്കിൽ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളും അവതരിപ്പിച്ചത് തന്നത് ആണ് അള്ളാഹു പറയണത്. ഇനി ഈ ആയത്തുകളിലൊക്കെ അവിശ്വസിച്ച ആളുകൾക്ക് എന്തുണ്ട്? കഠിനമായ ശിക്ഷയുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞതല്ലേ. അള്ളാഹു ഇതൊക്കെ പറയാനുള്ള അള്ളാഹുവിൻ്റെ ക്വാളിറ്റി പറയാണ്. അള്ളാഹു പ്രതാപശാലിയാണ്, കഠിനമായി ശിക്ഷാ നടപടി എടുക്കുന്നവനുമാണ് അള്ളാഹു എന്നാണ് പറഞ്ഞു തന്നെ. പിന്നെ അള്ളാഹുവിൻ്റെ ക്വാളിറ്റി പറഞ്ഞതാണ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഒരു വസ്തുവിനെ കുറിച്ചും അള്ളാഹ്ക്ക് അവ്യക്തമല്ല, അള്ളാഹ്ക്ക് എല്ലാം നല്ല കൃത്യമായിട്ട് അറിയാം. പിന്നെ ഗർഭാശയങ്ങളിൽ നിങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിലാണ് നിങ്ങളെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ടൊക്കെയാണ് പറഞ്ഞത് അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ഇലാഹില്ല, അവനേറെ പ്രതാപശാലിയും അഗാധജ്ഞനുമാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഖുർആനിൽ 2 ടൈപ്പ് ആയത്തുകളുണ്ട്, മുഹ്കമാത്തായ ആയത്തുകളും മുത്തശാബിഹായ ആയത്തുകളും. മുഹ്കമാത്ത് എന്ന് വെച്ചാൽ ഏറ്റവും വ്യക്തവും ആളുകൾക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന ആയത്തുകളുണ്ട്. മുത്തശാബിഹാത്ത് എന്ന് വെച്ചാൽ പരസ്പര സാദൃശ്യമുള്ളത് അല്ലെങ്കിൽ അവ്യക്തമായ ആയത്തുകളുമുണ്ട്. നമുക്കതിൻ്റെ ആശയം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയൂല. അപ്പോൾ എന്താണ് അതിൻ്റെ ആശയം അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ ബുദ്ധിയുള്ളവർ അല്ലെങ്കിൽ ഇവരുള്ളവരെന്താണ് ഉറ്റാലോചിക്കുകയുള്ളൂ. അവർ പറയും എന്താണ് ഇതെല്ലാം അള്ളാഹുവിൽ നിന്ന് തന്നെയാണെന്ന് അവർ പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ 2 പ്രാർത്ഥനകളാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്താണ്? ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കിയ ശേഷം ഞങ്ങളെ നീ വീണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിച്ച് കളയരുതേ. നിന്റെ കാരുണ്യം ഞങ്ങളിൽ നീ പ്രദാനം ചെയ്യണമേ. നീ തന്നെയാണ് ഏറ്റവും അധികം പ്രദാനം ചെയ്യുന്ന ഔദാര്യമാണെന്നാണ് പറഞ്ഞത്. അടുത്ത ഭാഗം എന്തായിരുന്നു പറഞ്ഞത്? അള്ളാഹുവേ, നീ എല്ലാ മനുഷ്യരെയും യാതൊരു സംശയവുമില്ലാത്തൊരു ദിവസത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നവനാണ്, നിശ്ചയമായും നീ വാഗ്ദത്തം ലംഘിക്കുന്നവനല്ല എന്നാണ് പറഞ്ഞിട്ട് ഈ ഒരു പേജ് അവസാനിച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ നിർത്താം. അടുത്തൊരു ഓഡിയോ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.